ഒരു നുണ പറയുക, അതിനുശേഷം അത് ആവർത്തിച്ച് പറയുക. കേൾക്കുന്നവർ അത് വിശ്വസിക്കും. ആ വലിയ നുണ സത്യമായി മാറും. ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ വിശ്വസ്തനായിരുന്ന, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് PR വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ സിദ്ധാന്തമാണിത്. അതായത് ജർമ്മനി ഭരിച്ചിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ വിശ്വസ്തനായ ജോസഫ് ഗീബൽസ് എന്ന വ്യക്തിയുടെ സൃഷ്ടിയാണ് ഈ സിദ്ധാന്തം. ഈ ഗീബൽസിൻ്റെ നുണകളെല്ലാം അതിപ്രശസ്തമാണ്. ജൂതന്മാർ ജർമ്മനിയുടെയും ലോകത്തിൻ്റെയും ശത്രുക്കളാണ്. അഡോൾഫ് ഹിറ്റ്ലർ ദൈവിക പ്രതിനിധിയാണ്. ജർമ്മനിയെ രക്ഷിക്കാനുള്ള യുഗപുരുഷനാണ് ഹിറ്റ്ലർ. നാസി പാർട്ടിയാണ് ജർമ്മനിയുടെ പുരോഗതിയുടെ മുഖം. സ്വതന്ത്രവും മഹത്വവുമുള്ള ഏക രാജ്യം നാസി ജർമ്മനിയാണ് എന്നിങ്ങനെ നിരവധി നുണകൾ പറയുകയും അത് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസത്തിന്മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ഗീബൽസ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിന് ശേഷം ജർമ്മനി തോൽവി മുന്നിൽ കാണുന്ന അവസരത്തിൽ പോലും ഗീബൽസ് നുണകൾ പറയാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് ഗീബൽസ് പറഞ്ഞ ഏറ്റവും വലിയ നുണയായിരുന്നു നമ്മുടെ നാസി ജർമ്മനി യുദ്ധത്തിൽ ജയിക്കുമെന്നുള്ളത്. പാവപ്പെട്ട ജർമ്മനിക്കാർ അത് വിശ്വസിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ചെമ്പടയുടെ മുന്നേറ്റത്തിന് മുന്നിൽ ജർമ്മനി തകർന്നു വീഴുകയായിരുന്നു എന്ന് ചരിത്രം. ഇത് ചരിത്രം. എന്നാൽ ചരിത്രമല്ലാത്ത ഈ വർത്തമാനകാലത്ത് ഇത്തരത്തിലുള്ള നുണകൾ പറയുകയും അത് ആവർത്തിച്ച് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. സമൂഹ മാധ്യമങ്ങളും മറ്റു വാർത്താ മാധ്യമങ്ങളും നമ്മുടെ ചുറ്റാകെ കിടന്നിങ്ങനെ കറങ്ങുമ്പോഴും അതൊന്നും തനിക്കൊരു പ്രശ്നമല്ല എന്ന മട്ടിൽ നുണകൾ ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യനായി നിൽക്കുന്ന ഒരാൾ. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ പുച്ഛം എങ്ങനെ പ്രയോഗിക്കണം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പലരും പറയും. കാരണം പുള്ളി സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ മുഖത്ത് ഉത്തരം കേട്ടുകൊണ്ട് നിൽക്കുന്നവരോടുള്ള പുച്ഛം മാത്രമേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പുതിയ ഒരാളെ കൂടി ഇപ്പോൾ വളർത്തിക്കൊണ്ടു വരുന്നുണ്ട്. നമ്മുടെ പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ രാഹുൽ മാങ്കൂട്ടം. എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടം സതീശന് മാത്രമല്ല പഠിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ജോസഫ് ഗീബൽസിന് കൂടിയാണ്. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മാങ്കൂട്ടം എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായിൽ നിന്നും ഉതിർന്നു വീണ മൊഴിമുത്തുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത്? ഇവര് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതല്ല എങ്കിൽ ശ്രീ AK ആന്റണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലീഡർ ശ്രീ K കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, അതുമല്ല എങ്കിൽ പുറകോട്ട് CHും പിന്നെ അതുപോലെ ശ്രീ R ശങ്കറും വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി, UDF മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവരാർക്കെങ്കിലും ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇനി പറയൂ, ഇത് സത്യമാണോ അതോ സത്യമല്ലയോ? രാഹുൽ മാങ്കൂട്ടം പറയുന്നത് CPM നേതൃത്വം നൽകുന്ന LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനം ഭരിക്കുന്ന UDF സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളോട് സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. UDF സർക്കാരിന് മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം അടിച്ചുവിടുന്നത്. സത്യമാണോ അത്? അങ്ങനെയാണോ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ആരോപണത്തോട് പ്രതികരിച്ച് ഇടതുപക്ഷ യുവ നേതാവായ ജെയ്ക്സ് സി തോമസ് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ചരിത്രബോധവും തനിക്കില്ല എന്ന് ആവർത്തിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ചരിത്രം പഠിപ്പിക്കാൻ ഞാനാണല്ല, പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ മാർഗദീപമായ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രിയുമായിരുന്ന പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു. ചരിത്രം വസ്തുതകളുടേതാണ്, സത്യങ്ങളുടേതാണ്. അതാണ് നെഹ്റുവിന്റെ മറുപടി എന്ന് പറയുന്നത്. അങ്ങയുടെ PCR ടീമിന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞ പച്ചക്കള്ളത്തിന്റെ നട്ടാൽ കുരുക്കാത്ത അന്തസ് കെട്ട നുണയുടെ ഒരു 3 ചിത്രങ്ങൾ അങ്ങയുടെ PCR ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കണം. കാരണം ഒന്നാമത്തെ ചിത്രം, അല്ലെങ്കിൽ ക്യാമറാമാനോട് ഇതൊന്ന് സൂം ചെയ്ത് കാണാനും പറഞ്ഞാൽ മതി. ഒന്നാമത്തെ ചിത്രം അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആദരണീയനായ K കരുണാകരൻ, അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ ദുരന്തത്തിൽ DYFIയുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാക്കന്മാരുടെ ചിത്രം പരിശോധിച്ച ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ, CB ചന്ദ്രബാബു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി, പക്ഷേ കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. രണ്ടാമത്തെ ചിത്രം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ കാലയളവിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള NGO യൂണിയൻ, അദ്ദേഹത്തിന്റെ പോലീസ് ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ നടത്തിയെന്ന് പറയാൻ കഴിയുന്ന സഖാവ് CH അശോകൻ NGO യൂണിയനിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് വരുന്ന തുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള
ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നതാണ്. ഇതിന്റെ തുടർച്ചയിൽ സുനാമി ഉണ്ടായപ്പോൾ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഉത്തരവാണ്. ആ സർക്കാർ ഉത്തരവുകൾ പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ സുനാമി ബാധിത മേഖലകളിൽ ആലപ്പുഴയിലും ഉൾപ്പെടെ 10 പ്രകൃതിക്ഷോഭ പ്രതിരോധ വീടുകളും 59 സാധാരണ വീടുകളും ഉൾപ്പെടെ 69 വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതാണ്. അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം, അന്തസ് കെട്ട നുണ, ഞങ്ങളൊക്കെ ഇവിടെ ഭരിച്ചപ്പം ഇവിടെ മറ്റാരും ഒന്നും നൽകിയിട്ടില്ല എന്ന് ആഫീസിലിരുന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ റീൽസ് കണ്ട് കൈയടിക്കുന്നവരായിരിക്കും. മീഡിയ വൺ പോലെയുള്ള ഒരു സംവാദത്തിന് സാധ്യതയുള്ള ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനത്തെ നുണ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ ചരിത്രമുണ്ടെന്നും ആ ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ കാശ് പിരിച്ചിട്ട് സർക്കാർ കാരണമാണ് എന്ന നുണ പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാട്. ജയിക്കിന്റെ മറുപടി പരിശോധിച്ചാൽ രാഹുൽ മാങ്കൂട്ടം എത്ര വൃത്തികെട്ട രീതിയിലാണ് ആ നുണ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ഉരുള ചോറ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ വളരെ പരിഹാസ്യമായി മാങ്കൂട്ടം ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നവർ സ്വാഭാവികമായും കരുതുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലും റീൽസ് പോലുള്ള ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ ജീവിക്കുന്നവരാണ് ഇന്നത്തെ തലമുറയിലെ ഭൂരിപക്ഷവും. ഒരു നുണ സത്യമായി അവതരിപ്പിക്കപ്പെട്ട് അവരുടെ മുന്നിലെത്തിയാലും അടുത്ത നിമിഷം അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് തിരയാനോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എത്താനോ ഉള്ള സംവിധാനങ്ങൾ ഇന്ന് ഒത്തിരിയുണ്ട്. പുതിയ തലമുറകൾ അതിനെ ആശ്രയിക്കാറുമുണ്ട്. എന്നാൽ മുതിർന്ന തലമുറ ഒരു പരിധിവരെ ഇത്തരം നുണകൾ ആദ്യം വിശ്വസിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരെ തന്നെയാണ് ഈ മാങ്കൂട്ടത്തെ പോലുള്ള രാഷ്ട്രീയക്കാരും ലക്ഷ്യമിടുന്നത്. CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഒരു ഉരുള ചോറെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് രാഹുൽ മാങ്കൂട്ടം ആധികാരികമായി ചോദിക്കുമ്പോൾ 10 പേരെ എടുത്താൽ അതിൽ 8 പേരും അത് തള്ളിക്കളയുമെങ്കിലും 2 പേരെങ്കിലും വിശ്വസിക്കും. ആ 2 പേരിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പുള്ളിക്കാരനെ പോലുള്ള മറ്റു ഉടായിപ്പ് വ്യക്തികളുടെയും പ്രതീക്ഷയും. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ വന്നത് ഇതൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ വലിയ നുണ അതൊരു നുണയാണെന്ന് അസ്ഥിയിൽ പിടിച്ച കോൺഗ്രസ്സുകാർ പോലും പറയും. കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായ സമയത്ത് DYFI സഹായം കൈമാറിയ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇക്കാര്യത്തിൽ ഒരു കോൺഗ്രസ്സുകാരും യോജിക്കില്ല എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവത്തിന് അനുകൂലിച്ചുകൊണ്ട് ഒരാൾ പോലും രംഗത്തെത്തിയിട്ടുമില്ല. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനോട് പരസ്യമായ പ്രസ്താവനകൾ നടത്തരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചനകൾ. മുന്നും പിന്നും നോക്കാതെ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് മൂലം പാർട്ടിയും അതുപോലെ പാർട്ടിയുടെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസും പ്രതിസന്ധിയിലാവുകയാണെന്ന് പല കോൺഗ്രസ് നേതാക്കളും അതുപോലെ യൂത്ത് കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിർത്തണമെന്നും രാഹുൽ മാങ്കൂട്ടം ഇനി സംസാരിക്കുകയാണെങ്കിൽ അത് നേതൃത്വത്തോട് ചോദിച്ചിട്ട് മാത്രമേ സംസാരിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാങ്കൂട്ടം ഈ അടുത്ത കാലത്ത് നടത്തിയ നിരവധി പ്രസ്താവനകൾ പാർട്ടിയെയും യുവജന സംഘടനയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ട്. പ്രതിപക്ഷ ബഹുമാനമില്ലാതെയുള്ള ഇത്തരം സംസാരങ്ങൾ, അതും പച്ചക്കള്ളങ്ങൾ, ഒരു മടിയും കൂടാതെ വിളിച്ചു പറയുന്നത് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകർക്കുന്ന വിഷയമാണെന്ന് പല നേതാക്കളും നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേതൃത്വം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കർശന നിർദ്ദേശം നൽകി രംഗത്തെത്തിയിരിക്കുന്നത്. VD സതീശനുമായി അടുത്തു ബന്ധമുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പിടിപാടുള്ള ഷാഫി പറമ്പിലുമായുള്ള സൗഹൃദമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് കാരണമെന്നാണ് കോൺഗ്രസിലെ തന്നെ എതിർ ഗ്രൂപ്പുകാർ ആരോപിക്കുന്നത്. സമാധാനപരമായി പോകേണ്ട പല വിഷയങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടലോടെ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യവും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാങ്കൂട്ടം നടത്തിയ ഒരു ഉരുള ചോറ് പരാമർശം DYFIയുടെ ഭാഗത്തു നിന്നുള്ള വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാമർശത്തെ തുറന്നുകാട്ടി ജയ്ക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തിയതോടെ പാർട്ടിയും യൂത്ത് കോൺഗ്രസും ജനങ്ങൾക്കിടയിൽ നാണം കെട്ടു എന്ന ഒരു പ്രതീതിയും കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കള്ളത്തരത്തെ തെളിവുകൾ നിരത്തി DYFI പ്രതിരോധിച്ചതോടെ മാങ്കൂട്ടത്തിന് മാത്രമല്ല കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റു നേതാക്കൾക്കും ഉത്തരമില്ലാതെയാവുകയായിരുന്നു. ഈ കള്ളം പറയുന്നത് ഒരു മാനസിക രോഗമായി കണക്ക് കൂട്ടുന്നില്ലെങ്കിലും തുടർച്ചയായും ആവർത്തിച്ചും കാരണമില്ലാതെ കള്ളം പറയുന്നത് ഒരു മാനസിക പ്രശ്നമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ഈ അസുഖത്തിന് പറയുന്ന പേര് പാത്തോളജിക്കൽ ലൈയിങ് എന്നാണ്. അതായത് തുടർച്ചയായും ആവർത്തിച്ചും കാരണമില്ലാതെ കള്ളം പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നോക്കിയാൽ തുടർച്ചയായും ആവർത്തിച്ചും കള്ളം പറയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ
കാരണമില്ലാതെയല്ല കള്ളം പറയുന്നത്. കൃത്യമായ കാരണങ്ങൾ മുൻനിർത്തി തന്നെയാണ് പുള്ളിക്കാരൻ ഇത്തരത്തിലുള്ള വലിയ കള്ളങ്ങൾ വെറുതെ കിടന്ന് വിളിച്ചു പോകുന്നത്. എങ്കിലും ഈ അസുഖത്തിന് ഒരു ചികിത്സ അത്യാവശ്യമാണ്. 1-2 കള്ളങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവർ പിടിച്ചാൽ പിന്നെ മാക്സിമം നമ്മൾ കള്ളം പറയാതെ ഇരിക്കും. അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയും. ഇത് എത്രയൊക്കെ കള്ളങ്ങൾ പൊതുജനങ്ങൾ പിടിച്ച് സമൂഹത്തിന് മുന്നിൽ തൊലിയുരിച്ച് നിർത്തിയാലും അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കള്ളം പറയാൻ വെമ്പൽ കൊള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടം. നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോളൂ, പക്ഷേ എനിക്ക് കള്ളം പറഞ്ഞേ പറ്റൂ എന്ന് ഒരാൾ ചിന്തിച്ച് കള്ളം പറയാൻ തുടങ്ങിയാൽ അതൊരു അസുഖമായി കണക്കുകൂട്ടി ആ കള്ളം പറയുന്ന വ്യക്തിയോട് സഹതാപം പ്രകടിപ്പിച്ച് ചികിത്സ തേടണം എന്ന് കാരുണ്യപൂർവ്വം ഉപദേശിക്കുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല.